Welcome to XY's Malayali's channel. Don't forget to subscribe. റഷ്യയെയും ചൈനയെയും പോലെ ഇന്ത്യയെയും ദുർബലപ്പെടുത്താൻ യുഎസ് ശ്രമിക്കും. മുൻനിര യുഎസ് സാമ്പത്തിക വിദഗ്ധൻ മുന്നറിയിപ്പ് നൽകുന്നു. ടൈംസ് ലൈഫിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ടക്കർ കാൾസനും സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജെഫ്രി സാറ്റ്സും തമ്മിലുള്ള അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇവയാണ്. അമേരിക്കയുടെ ഹസ്തദാനം ഒരു തന്ത്രം മറച്ചുവെച്ചുകൊണ്ടുള്ളതാണ്. ടക്കർ കാൾസനുമായുള്ള അഭിമുഖത്തിൽ ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജെഫ്രി സാറ്റ്സ് വാഷിംഗ്ടണിൽ പറയുന്നത് വളരെ ചുരുക്കം ചിലർ പറയുവാൻ ധൈര്യപ്പെടുന്ന ഒരു സത്യം അദ്ദേഹം തുറന്നു കാണിക്കുന്നു. അമേരിക്ക ഒരു കാലത്തും സ്വേച്ഛാധിപതികളെ ഭയപ്പെടുന്നില്ല. അതേസമയം അവർ സാമ്പത്തിക എതിരാളികളെ ഭയപ്പെടുന്നു. ഇന്ത്യ സാമ്പത്തികമായും ഭൗമരാഷ്ട്രീയമായും ഉയരുമ്പോൾ റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരെ യുഎസ് ഉപയോഗിച്ച അതേ അട്ടിമറി ഇന്ത്യയും നേരിടേണ്ടി വരുമെന്ന് സാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഇത് ഊഹാപോഹമല്ല, ഇതൊരു സത്യമാണ്. തെളിവുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ CIA അട്ടിമറികൾ മുതൽ തന്ത്രപരമായ എതിരാളികൾക്കെതിരായ ഉപരോധങ്ങൾ വരെ യുഎസ് ബഹുധ്രുവത്വം സഹിക്കില്ലെന്ന് സാറ്റ്സ് വാദിക്കുന്നു. 15 വർഷത്തിനുള്ളിൽ സാമ്പത്തിക സ്കെയിലിൽ യുഎസിനെ മറികടക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ സാറ്റ്സിന് ഡൽഹിക്ക് നൽകാൻ ഒരു അടിയന്തര സന്ദേശമുണ്ട്. ചൈനയ്ക്കെതിരെ നിങ്ങൾ അമേരിക്കയുടെ കരുക്കളായി മാറരുത്. കാരണം നിങ്ങളിനി ഉപയോഗപ്രദമല്ലാതാകുമ്പോൾ അടുത്ത ഇര നിങ്ങളാണ്. അമേരിക്കയുടെ സ്വാഭാവികമായ രീതികൾ പങ്കാളികൾ എതിരാളികളാകുമ്പോഴുണ്ടാകുന്ന മാറ്റം അദ്ദേഹം കാണിച്ചു തരുന്നു. രണ്ടാം മഹായുദ്ധകാലത്ത് റഷ്യ സഖ്യകക്ഷിയായിരുന്നു. യുദ്ധത്തിനു ശേഷം എതിരാളിയായി മാറി. ശീതയുദ്ധത്തിനു ശേഷം റഷ്യയെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുകയും അതിന്റെ ജനാധിപത്യ പരിവർത്തനത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ അത് സാമ്പത്തിക ശക്തി വീണ്ടെടുക്കുകയും സ്വയം ഉറപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസത്തിനെതിരെ റഷ്യയുമായുള്ള ബന്ധങ്ങൾ വഷളായി. 2014 ക്രിമിയ പിടിച്ചടക്കിയത് വഴിത്തിരിവായി. പക്ഷേ വളരെ മുമ്പ് തന്നെ പിരിമുറുക്കങ്ങൾ ഉടലെടുത്തിരുന്നു. യുഎസ് റഷ്യയ്ക്കെതിരായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി നയതന്ത്ര ഒറ്റപ്പെടുത്തൽ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ന് റഷ്യയെ ഒരു ആഗോള വില്ലനായി ചിത്രീകരിച്ചു. റഷ്യയുടെ വലിപ്പം, ഊർജ്ജ സ്രോതസ്സുകൾ, ഭൗമരാഷ്ട്രീയ വ്യാപ്തി പുടിനെ മാത്രമല്ല, എപ്പോഴും അതിനെ ഒരു ലക്ഷ്യമാക്കുമെന്ന് സാക്സ് വാദിക്കുന്നു. ദശകങ്ങളായി യുഎസ് ചൈനയുടെ വളർച്ചയ്ക്ക് സഹായകമായിരുന്നു. 2001 ചൈനയുടെ WTO പ്രവേശനത്തെ അത് പിന്തുണച്ചു. ചൈനയുടെ ഉൽപാദന കുതിച്ചുചാട്ടത്തിൽ നിന്ന് ലാഭം നേടി. ആദ്യകാല മനുഷ്യാവകാശ ലംഘനങ്ങളെ അവഗണിച്ചു. എന്നാൽ ചൈന 5G, AI, ഇലക്ട്രിക് വാഹനങ്ങൾ പോലുള്ള പ്രധാന സാങ്കേതിക വിദ്യകളിൽ മുന്നിട്ട് നിൽക്കാൻ തുടങ്ങിയപ്പോൾ, അതിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് വികസിപ്പിച്ചപ്പോൾ, ഏഷ്യ പസഫിക്കിൽ യുഎസ് സ്വാധീനത്തെ വെല്ലുവിളിച്ചപ്പോൾ, വാഷിംഗ്ടൺ വ്യാപാര യുദ്ധങ്ങൾ, സാങ്കേതിക നിരോധനങ്ങൾ, ഹുവായി, ടിക്ടോക്ക് എന്നിവയുടെ അമേരിക്ക പ്രതികരിച്ചു. ഇന്ത്യയുടെ ഉയർച്ച അതിപ്പോൾ വാഷിംഗ്ടണിനെ അസ്വസ്ഥമാക്കുന്നതെന്തുകൊണ്ട്? ഇന്ത്യ നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയാണ്. 2027 ആകുമ്പോഴേക്കും മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇത് മാറുമെന്നും നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ യുഎസിനെ മറികടക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് വലിപ്പത്തിൽ മാത്രമല്ല, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ബഹിരാകാശ പര്യവേക്ഷണം, ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി, സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ എന്നിവയിൽ ഇന്ത്യ മുന്നിലാണ്. ഇന്ത്യയുടെ ഉയർച്ചയെ അത്ഭുതകരമെന്ന് സാക്സ് മുമ്പ് വിശേഷിപ്പിച്ചിരുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ ചൈനയെയും യുഎസിനെയും ഇത് മറികടക്കുമെന്ന് ഇത് പ്രവചിച്ചു. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയം വാഷിംഗ്ടണിന്റെ കോപത്തിന് കാരണമാകുമെന്ന് സാക്സ് വിശ്വസിക്കുന്നതിന്റെ ഭാഗമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധകാലത്ത് പാശ്ചാത്യ സമ്മർദ്ദത്തെ ധിക്കരിച്ചുകൊണ്ട് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നു. ഇറാനുമായി പങ്കാളിത്തം സ്ഥാപിക്കുകയും ഫ്രാൻസിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുകയും ബ്രിക്സുമായി ഇടപഴകുകയും ചെയ്യുന്നു. എല്ലാം ഒരു ബ്ലോക്കിൽ ഒതുങ്ങാൻ വിസമ്മതിക്കുന്നതിനിടയിൽ തന്നെ യുഎസ് നേതൃത്വത്തിനെതിരായ ഒരു ജനാധിപത്യ എതിരാളി. ഇന്ത്യയുടെ വളർച്ച ഒരു പ്രത്യേക വെല്ലുവിളി ഉയർത്തുന്നു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ വ്യത്യസ്തമായി പടിഞ്ഞാറിന് ഏറ്റുമുട്ടലിനു വേണ്ടിയുള്ള ധാർമ്മിക ന്യായീകരണമായി സ്വേച്ഛാധിപത്യത്തെ ഉപയോഗിക്കാൻ കഴിയില്ല. വിജയകരമായ ഒരു ജനാധിപത്യ ഇന്ത്യ സ്വതന്ത്ര ലോകത്തിന്റെ ഏക പ്രായോഗിക നേതാവ് യുഎസ് ആണെന്ന ആഖ്യാനത്തെ ദുർബലപ്പെടുത്തുന്നു. സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുഎസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ എന്നിവ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് ക്വാഡ് രൂപീകരിച്ചു. എന്നാൽ സാക്സ് ഇതിനെ പ്രധാനമായും ചൈനയെ നിയന്ത്രിക്കാനുള്ള യുഎസ് നയിക്കുന്ന നീക്കമായാണ് കാണുന്നത്. ബെയ്ജിംഗിനെതിരെ ഇന്ത്യ ഒരു എതിർഭാരമായി നിലകൊള്ളുന്നു എന്നവൻ മുന്നറിയിപ്പ് നൽകുന്നു.
ഇത് സ്വന്തം തന്ത്രപരമായ നേട്ടത്തിനു വേണ്ടിയല്ല, മറിച്ച് അമേരിക്കൻ നേട്ടത്തിനു വേണ്ടിയാണ്. യുഎസ് സഖ്യകക്ഷികളെ തുല്യരായല്ല പരിഗണിക്കുന്നത് എന്ന് സാക്സ് പറയുന്നു. അവരുടെ പ്രയോജനം അവസാനിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവർ അമിതമായി ഉറപ്പിക്കാൻ തുടങ്ങിയാലോ യുഎസ് അവർക്കെതിരെ തിരിഞ്ഞ ചരിത്രമുണ്ട്. ശീതയുദ്ധത്തിനു ശേഷം പാകിസ്ഥാൻ, 1970കളിൽ ഇറാൻ, 2000കളുടെ ആരംഭത്തിൽ ഇറാഖ് യുദ്ധത്തെ എതിർത്ത ഫ്രാൻസ് എന്നിവ ഉദാഹരണങ്ങളാണ്. ഇന്ത്യക്കുള്ള സാക്സിന്റെ തന്ത്രപരമായ ഉപദേശം ഇതാണ്: മറ്റൊരാളുടെ യുദ്ധത്തിൽ പോരാടാതിരിക്കുക. ചൈനയെ തോൽപ്പിക്കാനാണ് ഇന്ത്യയെ ഉപയോഗിക്കാൻ യുഎസ് ആഗ്രഹിക്കുന്നത് എന്ന് സാക്സ് പറയുന്നു. എന്നാൽ ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണത്തെ വീഴ്ച ചെയ്യുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യ യുഎസിന്റെ ശത്രുത അവകാശപ്പെടരുത്, മറിച്ച് അത് ബ്ലോക്ക് രാഷ്ട്രീയമല്ല, ബഹുമുഖ ഇടപെടൽ പിന്തുടരണം. എല്ലാവരുമായി സന്തുലിതാവസ്ഥ നിലനിർത്തുക, ആരെയും കൂട്ടിയിണയ്ക്കുക. ചൈന, റഷ്യ, യുഎസ്, യൂറോപ്യൻ യൂണിയൻ, വികസിത രാജ്യങ്ങൾ എന്നിവയുമായി നല്ല ബന്ധം നിലനിർത്താൻ സാക്സ് ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഇന്ത്യയുടെ നാഗരികമായ ചേരിചേരാ തത്വശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നു. മറ്റൊരു രാജ്യത്തിന്റെ ആധിപത്യത്തെ സേവിക്കുന്ന സഖ്യങ്ങളിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയെ സ്വന്തമല്ലാത്ത സംഘർഷങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും ചരിത്രം ഒരു മുന്നറിയിപ്പാണ്. സാക്സിന്റെ കേന്ദ്രബിന്ദു ചരിത്രത്തിൽ വേരൂന്നിയിരിക്കുന്നു. ഉയരുന്ന ശക്തികളെ യുഎസ് എതിർക്കുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവർ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇത്. Thank you for watching.